ഹായ് ഹലോ എല്ലാവർക്കും 10th പ്രിലിംസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതമേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. +1ലെയും +2ലെയും 2 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 22 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ആ ഭാഗമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ +1ലെ ചാപ്റ്റർ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് അതെടുത്തിട്ട് നോക്കാവുന്നതാണ്. നോക്കിയാൽ വളരെയധികം നന്നായിരിക്കും. എന്താണല്ലേ, ഒരു പ്രിലിംസിനാണ് ഇത്രയും സ്റ്റാൻഡേർഡുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 3rd 4th എന്താവുമെന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെ പറ്റില്ല. എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. നീരൊഴുക്ക് ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന സവിശേഷ ഭൂരൂപം ഏതാണ്? നീരൊഴുക്ക് ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന സവിശേഷ ഭൂരൂപമാണ് വക്രവലയം എന്ന് പറയുന്നത് കേട്ടോ. വക്രവലയം നീരൊഴുക്ക് ഭൂരൂപങ്ങളുടെ പരിണാമത്തിൽ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന സവിശേഷ ഭൂരൂപമാണ് വക്രവലയം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാശ്മീർ ഹിമാലയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണ്? കാശ്മീർ ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ഒരു ശീത മരുഭൂമിയാണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ലവണ തടാകങ്ങളാണ് പാങ്കോങ് സോ മൊരിരി. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ചിനാബ്, ചലം എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികൾ. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചലം നദി യുവത്വ ഘട്ടത്തിലാണെങ്കിൽ പോലും വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നില്ല. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. തെറ്റായിട്ടുള്ളത് 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചലനദി എന്ത് ചെയ്യുന്നുണ്ട്? വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വക്രവലയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പോവാം. കാശ്മീർ ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എന്താണ്? ശീത മരുഭൂമിയാണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ലവണ തടാകങ്ങൾ ഏതൊക്കെയാണ്? പാങ്കോങ് സോ മൊരിരി എന്നിവയാണ്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ചിനാബ്, ചലം എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചലം നദി യുവത്വ ഘട്ടത്തിലാണെങ്കിൽ പോലും വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത് ഏതാണ്? വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ്, യമുനയാണ് സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത്. ഹിമാചൽ നിരകൾ ഉത്തരാഖണ്ഡിൽ പ്രാദേശികമായി അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ഹിമാചൽ നിരകൾ ഉത്തരാഖണ്ഡിൽ ഏത് നാമത്തിലാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്? നാഗ് തിബ എന്ന പേരിലാണ് കേട്ടോ. ഹിമാചൽ നിരകൾ ഉത്തരാഖണ്ഡിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നാഗ് തിബ എന്ന പേരിലാണ്. ഈ ഹിമാചൽ നിരകൾ തന്നെ ഹിമാചൽ പ്രദേശിലാണെങ്കിൽ അത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ദൗളാധാർ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിൽ. ഉത്തരാഖണ്ഡിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നാഗ് തിബ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗക്കാർ ഏതാണ്? ഗ്രേറ്റർ ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗക്കാർ ബോട്ടിയാണ് കേട്ടോ. ബോട്ടിയാണ് നമുക്ക് ഗ്രേറ്റർ ഹിമാലയത്തിൻ്റെ താഴെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയ ഗോത്ര സമൂഹങ്ങളാണ് ബോട്ടിയ. നംചം പർവ്വതത്തെ കീറിമുറിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാണ്? നംചം പർവ്വതത്തെ കീറിമുറിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ് കേട്ടോ. നംചം പർവ്വതത്തെ കീറിമുറിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന കൃഷിരീതി ഏതാണ്? അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന കൃഷിരീതി ജൂമിംഗ് ആണ് കേട്ടോ. ജൂമിംഗ് ആണ്. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന കൃഷിരീതി ഏതാണ്? ജൂമിംഗ് ആണ്. അത് വെട്ടിച്ചൂട്ട് കൃഷിയുടെയൊക്കെ ഏകദേശം ഒരു വകഭേദമാണ് കേട്ടോ. ഈ ജൂമിംഗ് കൃഷി എന്ന് പറയുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ് അത് കാണപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാബർ ഭൂവിഭാഗവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും 8 മുതൽ 10 കിലോമീറ്റർ വരെ ഒരു ഇടുങ്ങിയ ഭൂവിഭാഗമാണിത്. നദികൾ അപ്രത്യക്ഷമാകുന്ന ഭാഗമാണ്. ബാബറിൻ്റെ തെക്കായിട്ട് ടെറായി കാണപ്പെടുന്നുണ്ട്. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങളാണ് ബാബർ മേഖലയിൽ കാണപ്പെടുന്നത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കിയേ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും 8 മുതൽ 10 കിലോമീറ്റർ വരെ ഇടുങ്ങിയൊരു ഭൂവിഭാഗം ഏതാണ്? ബാബറാണ്.
നദികൾ അപ്രത്യക്ഷമാകുന്ന ഭാഗം ഏതാണ്? ബാബറാണ്. നദികൾ അപ്രത്യക്ഷമാകുന്നത് എവിടെ വെച്ചിട്ടാണ്? ബാബറിൽ വെച്ചിട്ടാണ്. ബാബറിന്റെ തെക്ക് എന്താണ് കാണപ്പെടുന്നത്? ടെറായി ആണ് കാണപ്പെടുന്നത്. ഇവിടുന്ന് അപ്രത്യക്ഷമാകുന്ന നദികളൊക്കെ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ടെറായിലാണ് കാണപ്പെടുന്നത്. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയങ്ങൾ ഏതാണ്? ടെറായി ആണ്, ബാബർ അല്ല. പ്രസ്താവന 1, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രസ്താവന 2, പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്ന് വിളിക്കുന്നു. ഇതിൽ പ്രസ്താവനകൾ 1 ശരി 2 തെറ്റ് അങ്ങനെയുണ്ട്, കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ്. 2 പ്രസ്താവന ഇത് തന്നെയാണ് ശരിയാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗാദർ എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഗാദർ എന്നറിയപ്പെടുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ബങ്കർ എന്നാണ് അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന സവിശേഷ ഭൂരൂപങ്ങളാണ് ടോറുകൾ. ഇടവിട്ടുള്ള ഉദ്ധാനത്തിനും താഴ്ചയും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള ഭൂവൽക്ക ചലനത്തിനും ഭ്രംശനത്തിനും ഉപദ്വീപീയ പീഠഭൂമി വിധേയമായിട്ടുണ്ട്. ഇതിൽ എന്താണ് ചേച്ചി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്? വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം പഠിച്ചിട്ട് പോവാം. ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയിലാണ് കേട്ടോ. അതിൽ എടുത്ത് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന സവിശേഷ ഭൂരൂപങ്ങൾ ഏതാണ്? ടോറുകളാണ്. ടോറുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന സവിശേഷ ഭൂരൂപങ്ങളെ എന്ത് വിളിക്കുന്നു? ടോറുകൾ എന്നാണ് പറയുന്നത്. ഇടവിട്ടിട്ടുള്ള ഉദ്ധാനത്തിനും താഴ്ചയും അതിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള ഭൂവൽക്ക ചലനത്തിനും ഭ്രംശനത്തിനും ഉപദ്വീപീയ പീഠഭൂമി വിധേയമായിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം പഠിച്ചിട്ട് പോണേ. പശ്ചിമഘട്ട മലനിരകൾ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പശ്ചിമഘട്ട മലനിരകൾ തമിഴ്നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? നീലഗിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ വൃഷ്ടിപ്രദേശം എന്നാണ് പറയുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും നീർത്തടം എന്ന് പറയുന്നു. നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് എന്ത് എന്ന് പറയുന്നത്? ജലവിഭാഗം എന്ന് പറയുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി എന്നുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. എന്താണ്? ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന ആ ഒരു നിശ്ചിത പ്രദേശത്തെ എന്താണ് പറയുന്നത്? വൃഷ്ടിപ്രദേശം എന്നാണ് പറയുന്നത്. ഓർത്തിരിക്കുക. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന ആ ഒരു മുഴുവൻ പ്രദേശത്തെയും എന്ത് പറയുന്നു? അതിൻ്റെ നീർത്തടം എന്നാണ് പറയുന്നത്. ഇനി ഒരു നീർത്തടത്തിനെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു അതിർത്തി ഉണ്ട്. ആ അതിർത്തിക്ക് എന്ത് പറയുന്നു? ജലവിഭാജകം എന്നാണ് പറയുന്നത്. ജലവിഭാജകം. അപ്പോൾ വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാഗം ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ് കരേവ സ്തരം കാണപ്പെടുന്നത്? കരേവ സ്തരം കാണപ്പെടുന്നത് ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണ്? ഏത് ഭാഗത്താണ്? കാശ്മീർ ഹിമാലയത്തിലാണ് കരേവ സ്തരം കാണപ്പെടുന്നത് കേട്ടോ. കരേവ സ്തരം എവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? മണിപ്പൂരാണ് അല്ലേ? മണിപ്പൂര്. ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽ ഭാഗം എത്രയാണ്? എത്ര ഡിഗ്രി ചാനലാണ്? ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്ന കടൽ ഭാഗം ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്നത് എത്രയാണ്? 10 ഡിഗ്രി ചാനലാണ്. കർദുംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്ന പ്രദേശം? കർദുംഗ്ല ചുരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർദുംഗ്ല ചുരം ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലാണ് കർദുംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. കർദുംഗ്ല ചുരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് ശിലകളിലാണ് യുറേനിയ നിക്ഷേപം കാണപ്പെടുന്നത്? ഏത് ശിലകളിലാണ് യുറേനിയ നിക്ഷേപം കാണപ്പെടുന്നത്?
ഓപ്ഷൻ സി ദർവാർ ശിലയിലാണ് കേട്ടോ. ദർവാർ ശിലകളിലാണ് യുറേനിയത്തിൻ്റെ നിക്ഷേപം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എടുത്തു പറയുന്നുണ്ട്, ആ ഒരു ചാപ്റ്ററിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഏത് ശിലകളിലാണ് യുറേനിയം നിക്ഷേപം കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ദർവാർ ശിലയിലാണ്. ലോകത്തിൽ ആദ്യമായി എവിടെയാണ് വിജയകരമായി ഭൂഗർഭ താപ സംഭരണ ശ്രമം നടന്നിട്ടുള്ളത്? ലോകത്തിൽ ആദ്യമായി എവിടെയാണ് വിജയകരമായിട്ടുള്ള ഭൂഗർഭ താപ സംഭരണ ശ്രമം നടന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ബോളസിലാണ് കേട്ടോ. ബോളസിലാണ്. അമേരിക്കയിലെ ഇഡാഹോയിലുള്ളൊരു നഗരമാണ് ബോളസ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെയാണ് ഭൂഗർഭ താപ സംഭരണ ശ്രമം വിജയകരമായിട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോഴും അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കേട്ടോ. അതേ ചാപ്റ്ററിൽ, നമ്മുടെ +1 അതേ ചാപ്റ്ററിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു പോവാം. അസമിലുള്ള എണ്ണ നിക്ഷേപങ്ങൾ പുതിയ മേഖലകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ്. ഒന്ന് ദിഗ്ബോയി ആണ്, അത് നമുക്കറിയാം. രണ്ടാമത്താണ് നഹർ കാട്ടിയ മൊറാൻ എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണ ഉൽപ്പാദക മേഖല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. ദിഗ്ബോയി അസമിലാണെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ നഹർ കാട്ടിയ മൊറാൻ എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിലെയും ചോദിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ ഏതൊക്കെയാണ്? അങ്കലേശ്വർ, കലോൾ, മെഹ്സാന, നവാഗം, കൊസാംബ, ലനേജ് എന്നിവയാണ് ഗുജറാത്തിലെ എണ്ണപ്പാടങ്ങൾ എന്ന് പറയുന്നത്. ആ പേരുകളൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ഏതൊക്കെയാണ്? അങ്കലേശ്വർ, കലോൾ. അങ്കലേശ്വർ പിന്നെ നമുക്കറിയാം അല്ലേ. കലോള്, മെഹ്സാന, നവാഗം, കൊസാംബ, അതുപോലെ തന്നെ ലനേജ് എന്നിവയാണ് ഗുജറാത്തിലെ എണ്ണപ്പാടങ്ങളായിട്ട് ഇതിൽ പറയുന്നത്. കൂടാതെ ഇതിൽ നോക്കിയേ, 1973 മുംബൈയിൽ നിന്നും 160 കിലോമീറ്റർ മാറി മുംബൈ ഹൈ പുറംകടൽ എണ്ണപ്പാടം കണ്ടെത്തുകയും 1976 ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. പൂർവ്വ തീരത്ത് കൃഷ്ണ, ഗോദാവരി, കാവേരി തടങ്ങളിലായി നടത്തിയ പര്യവേഷണങ്ങളിലൂടെ എണ്ണ പ്രകൃതിവാദ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. എണ്ണക്കിണറുകളിൽ നിന്നും കിട്ടുന്നത് മാലിന്യപൂരിതമായ അസംസ്കൃത എണ്ണയായതിനാൽ അതിനെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ശുദ്ധീകരിക്കണം. ഇന്ത്യയിൽ 2 തരത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലകളാണ് ഉള്ളത്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണം ഏതാണ്? ദിഗ്ബോയി ആണ്. ദിഗ്ബോയി ഇതല്ലേ ക്വസ്റ്റ്യൻ വന്നത്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയിട്ടുള്ള എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ദിഗ്ബോയി ആണ്, അസമിലെ ദിഗ്ബോയി. ഇനി അടുത്തതാണ് കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാല. അതിന് ഉദാഹരണം ഏതാണ്? ബറൗണിയാണ് കേട്ടോ. ബറൗണിയാണ്. കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണം ഏതാണ്? ബറൗണിയാണ്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയിട്ടുള്ള എണ്ണ ശുദ്ധീകരണശാല ചോദിച്ചാൽ അത് ഏതാണ്? ദിഗ്ബോയി ആണ്. ഇന്ത്യയിൽ ഗോണ്ട്വാന കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ഗോണ്ട്വാന കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ഇതൊക്കെ +2-ലുള്ളതാണ്. ഓപ്ഷൻ ഡി ദാമോദർ തടത്തിലാണ് ഗോണ്ട്വാന കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത് കേട്ടോ. ഗോണ്ട്വാന കൽക്കരി നിക്ഷേപം എവിടെയാണ് കാണപ്പെടുന്നത്? ദാമോദർ തടത്തിലാണ്. ബോക്സൈറ്റ് അയിര് കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? ബോക്സൈറ്റ് ഏത് മേഖലയിലാണ് കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? ലാറ്ററൈറ്റ് ശിലയിലാണ് നമ്മുടെ അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് കാണപ്പെടുന്നത് കേട്ടോ. ലാറ്ററൈറ്റ് ശിലയിലാണ് അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് കൂടുതലും കാണപ്പെടുന്നത്. ദ്വാരസ്തരങ്ങൾ എന്ന ഏത് ഉപവിഭാഗത്തിൻ്റെ സവിശേഷതയാണ്? ദ്വാരസ്തരങ്ങൾ ഏത് ഉപവിഭാഗത്തിൻ്റെ സവിശേഷതയാണ്? ഓപ്ഷൻ ഡി ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയത്തിലാണ് ദ്വാരസ്തരങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. ദ്വാരസ്തരങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയത്തിലാണ്. മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം എന്നിവ ഏത് സമതലത്തിൻ്റെ സവിശേഷതയാണ്? മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം എന്നിവ ഏത് സമതലത്തിൻ്റെ സവിശേഷതയാണ്? വടക്കൻ സമതലത്തിൻ്റെ സവിശേഷതയാണ് കേട്ടോ. മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം എന്നിവ ഏത് സമതലത്തിൻ്റെയാണ്? വടക്കൻ സമതലത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് 22 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. 22 ക്വസ്റ്റ്യനും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്